2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. 2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനത്തിൻ്റെ പേര് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. പമ്പാ നദീതീരത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. 1966 ഏപ്രിൽ 18 പ്രവർത്തനം തുടങ്ങി. പമ്പാ തീരത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ശബരിഗിരി. 1966 ഏപ്രിൽ 18 പ്രവർത്തനം തുടങ്ങി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടി. 1972 ഓഗസ്റ്റ് 11 പ്രവർത്തനം തുടങ്ങി. കേരളത്തിൽ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, കുത്തുങ്കൽ എന്നിവ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, കുത്തുങ്കൽ എന്നിവ. ഇടുക്കി ജില്ലയിലെ രാജാക്കാട് പഞ്ചായത്തിലെ കുത്തുങ്കൽ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ കേരളത്തിലേത് തൃശ്ശൂരാണ്. KSEBയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം പാലക്കാട്ടെ കഞ്ചിക്കോട്ട്. KSEBയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം പാലക്കാട്ടെ കഞ്ചിക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.